KP സോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. എന്താണ് ഡോപ്പാമിൻ ഡീടോക്സ് എന്ന് നമുക്ക് നോക്കാം. പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഒഴിവ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഒഴിവ് കിട്ടുമ്പോൾ എങ്ങനെ ഈസി ആയിട്ട് ഡോപ്പാമിൻ ഡീടോക്സ് ചെയ്യാൻ സാധിക്കും എന്നും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം എന്താണ് ഡോപ്പാമിൻ ഡീടോക്സ്? നമ്മുടെ മനസ്സിൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് പെട്ടെന്നുണ്ടാവുന്ന സന്തോഷങ്ങൾക്ക് കാരണമാകുന്ന ഒരു ഹോർമോണാണ് ഡോപ്പാമിൻ എന്ന് പറയുന്നത്. ഹാപ്പി ഹോർമോൺസിൻ്റെ വിഭാഗത്തിൽ വരുന്നൊരു ഹോർമോണാണിത്. ഇത്തരം ഡോപ്പാമിൻ്റെ സർജുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്. അത്തരം സാധനങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്നുള്ള സന്തോഷം ഉണ്ടാകുന്നു, ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് ഉണ്ടാകുന്നു. ഇത് ലോങ് ലാസ്റ്റിംഗ് ഹാപ്പിനെസ് അല്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ സ്മാർട്ട് ഫോൺ നോക്കുന്നത്, സോഷ്യൽ മീഡിയ നോക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് പോലെയുള്ള സാധനങ്ങൾ കുറിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡോപ്പാമിനാണ് ഉണ്ടാവുന്നത്. അത് ആ ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ്സിൽ മാത്രമാണ് അപ്പോൾ നമ്മുടെ തലച്ചോറ് ഫോക്കസ് ചെയ്യുക, അല്ലാതെയല്ല. അപ്പോൾ സ്ഥിരമായിട്ട് എപ്പോഴും ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പിറകെ നമ്മൾ പോകുമ്പോൾ ഇത് നമ്മുടെ തലച്ചോറിൽ ഫീഡ്ബാക്ക് സൈക്കിളായിട്ട് വർക്ക് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊന്ന് ഡൗൺ ആകുമ്പോൾ ഉടനെ നമുക്കൊരു ഡോപ്പാമിൻ ബൂസ്റ്റ് വേണം, അപ്പോൾ നമ്മൾ റീൽസ് എടുത്ത് കാണും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്ത് സർഫ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ തലച്ചോറ് ട്രെയിൻഡായിട്ട് പോകും. ഇങ്ങനെയുള്ളൊരു ട്രെയിനിങ് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധ കുറയാനും നമ്മുടെ മെമ്മറി പവർ കുറയാനും നമ്മുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി കുറയാനും തിങ്കിങ് പാറ്റേൺസിൽ വ്യത്യാസം വരുത്താനും സഹായിക്കും. അങ്ങനെ ക്രമേണ നമ്മുടെ പ്രോഡക്റ്റിവിറ്റി കുറഞ്ഞു വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡോപ്പാമിൻ ഡീടോക്സ് ചെയ്യാൻ പറയുന്നത്. ഡോപ്പാമിൻ ഡീടോക്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്രതം എടുക്കുന്ന പോലെയാണ് വർക്ക് ചെയ്യുക. അതായത് കുറച്ച് നേരത്തേക്ക് ഇതിനെ നമ്മൾ ബോധപൂർവം അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് തിരിച്ച് പഴയ ട്രാക്കിലേക്ക് കയറും. എങ്ങനെയാണ് ഡോപ്പാമിൻ ഡീടോക്സ് ചെയ്യുക? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡോപ്പാമിൻ സർജിന് കാരണമാകുന്ന സാധനങ്ങളെയെല്ലാം ഒരു യൂണിറ്റ് ടൈമിന്, അതായത് നിയന്ത്രിതമായൊരു സമയത്തേക്ക് നിർത്തിവെക്കുക എന്നാണ് ചെയ്യുക. നമ്മൾ പറയുന്നത് ഹെൽത്തി ആയൊരു ടൈം 24 മണിക്കൂറാണ്. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം ഒഴിവ് കിട്ടുകയാണെന്ന് വിചാരിക്കുക, ആ ദിവസം നിങ്ങൾ ഡോപ്പാമിൻ ഡീടോക്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാണ് പ്രായോഗികമായി എളുപ്പത്തിൽ ഡോപ്പാമിൻ ഡീടോക്സ് ചെയ്യാൻ സാധിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 1 മണിക്കൂർ നിങ്ങൾ വായനയ്ക്കായിട്ട് മാറ്റിവെക്കുക, 1 മണിക്കൂർ നിശബ്ദതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക, 1 മണിക്കൂർ പ്രാർത്ഥനയ്ക്കോ ധ്യാനത്തിനോ വേണ്ടി മാറ്റിവെക്കുക. ഇങ്ങനെ 3 മണിക്കൂർ നേരം നിങ്ങൾ എൻഗേജ്ഡ് ആവണം. ബാക്കി സമയം ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് സ്നാക്സ് കഴിക്കാൻ പാടില്ല, ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, സ്ക്രീനുകൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നത് എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ക്യാരക്ടറിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ചെയ്തൊരു സമാധാനം, ഒരു മിഠായി എടുത്ത് കഴിച്ചു, ഒരു സമാധാനമുണ്ടായി, ആ രീതിയിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാം. നിങ്ങളുടെ റൂം വൃത്തിയാക്കാം, നിങ്ങളുടെ വാഹനം വൃത്തിയാക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാം, പെൻഡിങ് ഉള്ള വർക്കുകൾ ചെയ്തു വയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നിങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഫിസിക്കൽ വർക്കും ഫിസിക്കൽ വേൾഡും മാത്രമായി കണക്റ്റഡ് ആയിരിക്കണം. അതാണ് ഡോപ്പാമിൻ ഡീടോക്സ് ശ്രദ്ധിക്കേണ്ടത്. ഒരു തരത്തിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനും ഇത് വളരെ ഇഫക്റ്റീവാണ്. മാത്രമല്ല ഡോപ്പാമിൻ ഡീടോക്സിൻ്റെ ഇഫക്റ്റ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഡോപ്പാമിൻ ഡീടോക്സ് ശീലമാക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മാത്രമേ നിങ്ങൾ സ്ക്രീൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി സ്ക്രീൻ ഉപയോഗിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പേഴ്സണലായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി നമ്മൾ സ്ക്രീനുകൾ ഉപയോഗിക്കുമല്ലോ, അത് 1 മണിക്കൂർ സമയത്തേക്ക് മാത്രം ചുരുക്കി വയ്ക്കുക. ഇതെന്തുകൊണ്ട് ഇത്രയും ഇഫക്റ്റീവ് ആവുന്നു എന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മധുരം കഴിക്കുന്ന പോലെയാണ്. അതായത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം വരും, പക്ഷേ ഭാവിയിൽ നമുക്ക് പ്രമേഹം വരും. അതുപോലെ ഇപ്പം നമുക്ക് വലിയ പ്രശ്നമൊന്നും ഫീൽ ചെയ്യില്ല. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞ് നമ്മൾ ഒന്നിനും കൊള്ളാതാവും. അപ്പോൾ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഡോപ്പാമിൻ ഡീടോക്സ് പോലെയുള്ള ഹെൽത്തി ഹാബിറ്റുകൾ കൊണ്ടുവരാൻ പറയുന്നത്. കാരണം ഹെൽത്തി ഹാബിറ്റുകളെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വളരെ കുറച്ച് ആളുകൾ മാത്രം ചെയ്യുന്നത്. ഇത്തരം ഹെൽത്തി ആയ ഹാബിറ്റുകൾ ഫോളോ ചെയ്യാൻ നമ്മൾ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, അത് നമ്മൾ പരീക്ഷിച്ച് നോക്കി ഇഫക്റ്റീവ് ആണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭൂരിഭാഗം പേർക്കും ഇതിനുള്ള ഡിസിപ്ലിൻ ഉണ്ടാവില്ല. ആ ഡിസിപ്ലിൻ സെറ്റ് ചെയ്യാൻ ഇത്തരം ഹെൽത്തി ഹാബിറ്റുകൾ വളരെ ഇഫക്റ്റീവാണ്. പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.